തിരുഹൃദയഗീതം 7-ാം ഭാഗം. ഓമൽ സുതവഴി അറിയിച്ച സംഭവം ഓർമ്മയിൽ വയ്ക്കട്ടെ മർത്യരെല്ലാം. മണ്ണിലെ എല്ലാ കുടുംബങ്ങളും വിണ്ണിൻ്റെ കാരുണ്യം കൈക്കൊള്ളുവാൻ മാമക ഹൃദയത്തിനർപ്പിതമാകട്ടെ. മാലിന്യരഹിതരായി ജീവിക്കുവാൻ വത്സല മക്കൾക്ക് രക്ഷ നൽകിടുവാൻ നിസ്തൂല സ്നേഹ പ്രബുദ്ധനായി ഞാൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച സംഭവം പതിയട്ടെ മർത്യൻ്റെ ഹൃത്തടത്തിൽ. പാപികൾ പശ്ചാത്താപിച്ചു വിനീതരായി പാപസങ്കീർത്തനം ചെയ്ത ശേഷം പരിശുദ്ധ കുർബാന ഉൾക്കൊണ്ടു സന്തതം പരിപൂർണാനുഭൂതി ആസ്വദിപ്പിൻ. മാമക മാംസ രക്തങ്ങളവരുടെ മാനസം സ്വർഗ സമാനമാക്കും. മാംസളഭോഗ സുഖങ്ങൾ ത്യജിച്ചവർ മാലാഖമാരുടെ മട്ടിലാകും. ദിവ്യകാരുണ്യത്തിലൻഗാത്ര രക്തങ്ങൾ ദിവസേനെ കൈകാര്യം ചെയ്തിടുന്ന ദൈവിക കരമാകെ കറയറ്റാതാകുവാൻ പ്രതിദിനം തീവ്രമായി പ്രാർത്ഥിക്കുവിൻ. പെട്ടുപോകല്ലേ പ്രലോഭനത്തിൽ കോടും ദുഷ്ടസാത്താൻ്റെ കാടും കുടുക്കിൽ. നരവംശരക്ഷയ്ക്ക് ഞാനേകും സ്വർഗീയ വരപ്രസാദത്തിൻ്റെ വാരൊളിയിൽ ആലംബം കണ്ടെത്തി അഭയം പ്രാപിക്കുവാൻ ബലഹീനർ ബലമാർന്ന് വിജയിക്കുവാൻ പരിശുദ്ധ ത്രിത്വത്തെ പരിപൂർണ ഹൃദയത്തോടെ പരിരംഭണം ചെയ്യാൻ ശീലിക്കുവിൻ. നന്ദിയും സ്തോത്രവും തിങ്ങും മനസ്സോടെ വന്ദിക്കൂ ത്രിത്വൈക ദൈവത്തിനെ. ദിവ്യകാരുണ്യമം സ്നേഹകൂദാശയിൽ ദിവസേനെ പാഞ്ഞെത്തി പങ്കെടുത്തു. മാമക മാംസരക്തങ്ങൾ രുചിക്കുന്ന മനുഷ്യൻ മണ്ണിൽ മാലാഖയാകും. അർത്ഥസമ്പുഷ്ടിയിലെ അഗ്രഗണ്യം ദൃഢം ആരോമൽ ശിഷ്യർക്ക് ഗുരുവായ ഞാൻ ചൊല്ലിക്കൊടുത്തു പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുക മക്കളെ ഭക്തിപൂർവം. താതനിൽ സ്വർഗീയ രാജ്യം വരേണമേ ഭൂതലമാകവേ എന്നു നിങ്ങൾ കൈകൾ വീരിച്ചങ്ങു
സവിനയം യാചിച്ചാൽ കൈവരും കൈവല്യവരവൃഷ്ടികൾ. അനുദിനാഹാരം ലഭിക്കുവാൻ മക്കളെ അഭ്യർത്ഥിച്ചിടുവിൻ താഴ്മയോടെ. ആകാശദേശമി ധരണിയിൽ തൂമന്ന തൂകുവാൻ വാവിട്ടു പ്രലപിക്കുവിൻ. ആരൊക്കെ എന്നോടു തെറ്റു ചെയ്യുന്നുവോ അവരോട് ഞാൻ പൊറുക്കുന്ന പോലെ അവിടത്തെ തിരുമുമ്പിൽ ഞാൻ ചെയ്ത തെറ്റുകൾ അലിവാർന്ന് സദയം പൊറുക്കേണമേ. സോപാധികം നിങ്ങളീ വീതം യാചിച്ചാൽ സുനിശ്ചിതം പാപമുക്തരാകും. നരകപിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ നരരാരും നിബദിച്ചിടാതെ എന്നും. അരിയവരപ്രസാദത്തിൽ ജീവിക്കുവാൻ അഹമുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കുവിൻ. പരലോകവേദിയിൽ മാലാഖാലക്ഷണങ്ങൾ പാടുന്ന മാതിരി മർത്യരാശി പരിശുദ്ധൻ പരിശുദ്ധനെന്നു സർവേശനെ പാടിപ്പുകഴ്ത്തട്ടെ ഭൂതലത്തിൽ. മാമാക സ്നേഹ പരിമളം നിങ്ങളിൽ മഴ പോലെ പരിചിൽ പോതി. മാമാക സ്നേഹ പരിമളം നിങ്ങളിൽ മഴ പോലെ പരിചിൽ ചോരിയുവാനും സത്യവിശ്വാസത്തിൽ വെട്ടം പ്രദീപ്തമായി നിത്യവും നിങ്ങളിൽ വീശുവാനും. പിതാവിന്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ പുത്രൻ അനുഭവിക്കാത്തതെന്ത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പുത്രൻ നിയമാനുസൃതവും ന്യായപ്രകാരവും വർത്തിക്കുകയും എന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും. പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക. പുത്രൻ പിതാവിന്റെ തിന്മകൾക്കു വേണ്ടിയോ പിതാവ് പുത്രന്റെ തിന്മകൾക്കു വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല. നീതിമാൻ തന്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തന്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും. ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ, ഒറ്റയ്ക്ക് ജീവിച്ചാലും ഇത്രയൊന്നും വേദനിക്കത്തില്ല. ഈ സ്വന്തമെന്ന് വിളിക്കുന്ന ആളുകളുടെ നടുവിൽ നിൽക്കുമ്പോഴും ആരുടെയും ഹൃദയത്തിൽ നമ്മൾ ഇല്ല എന്നറിയുന്ന ഒരു വേദനയുണ്ടല്ലോ. സ്വന്തമെന്ന് കരുതിയവരിൽ പോലും സ്വന്തമാകാൻ കഴിയാതെ പോയൊരു വേദന. ചില ബന്ധങ്ങൾക്ക് പേരുകൾ മാത്രമേ ഉണ്ടാകൂ, ഹൃദയമൊന്നും ഉണ്ടാവില്ല.
അവരുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാകുന്നത് സ്നേഹമായിട്ടല്ല, ദിവസവും കണ്ടൊരു ശീലമായിട്ടാണ്. ചിലരുടെ സൗകര്യങ്ങൾക്കൊപ്പം നടന്നു പോകുന്ന മനുഷ്യരാണെന്ന് നമ്മൾ. ഒരാളുടെ ജീവിതത്തിൽ ദിവസവും ഉണ്ടായിട്ടും ഹൃദയത്തിൽ ഒരു നിമിഷം പോലും ഇല്ലാതാകുന്ന ഒരവസ്ഥയുണ്ട്. ആൾക്കൂട്ടത്തിലുള്ള അവഗണനയേക്കാൾ സുരക്ഷിതം ആത്മാഭിമാനമുള്ള ഒറ്റപ്പെടലാണ്. ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ, ഒറ്റയ്ക്ക് ജീവിച്ചാലും ഇത്രയൊന്നും വേദനിക്കത്തില്ല. നിങ്ങളെ വേദനിപ്പിച്ചവരോട് പകരം വീട്ടണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ അവർക്ക് നൽകാവുന്ന ഏറ്റവും നല്ല മറുപടി എന്താണ്? പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മളെ ഏറെ വേദനിപ്പിച്ചവർക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകണമെന്ന്. പക്ഷേ ഒന്നോർക്കുക, പ്രതികാരം ചെയ്യാനുള്ള ശ്രമം അത് കത്തുന്ന ഒരു കനൽ കയ്യിൽ പിടിക്കുന്നത് പോലെയാണ്. അത് പൊള്ളിക്കുന്നത് നമ്മളെ തന്നെയാണ്. പകരത്തിന് പകരം വീട്ടാൻ പോയാൽ നമ്മളും അവരെ പോലെ തന്നെയായി മാറും. നമ്മുടെ വിലപ്പെട്ട സമാധാനവും സമയവുമെല്ലാം വീണ്ടും അവർക്കായി ചിലവഴിക്കേണ്ടി വരും. യഥാർത്ഥ മറുപടി എന്നത് തിരിച്ചടിക്കുന്നതല്ല, പകരം നമ്മുടെ ചിന്തകളിൽ നിന്ന് പോലും അവരെ പടിയിറക്കി വിടുക എന്നുള്ളതാണ്. അവരില്ലാതെ തന്നെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയ മറുപടി ഈ ലോകത്തില്ല. നിങ്ങളെ വേദനിപ്പിച്ചവർ അവിടെ തന്നെ നിൽക്കട്ടെ. നിങ്ങൾ സമാധാനത്തിന്റെ പുതിയ വഴിയിലേക്ക് നടന്നു നീങ്ങുക. യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് നിങ്ങൾക്കല്ല, നിങ്ങളെപ്പോലെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും അറിയാവുന്ന ഒരാളെ അവർക്കാണ് നഷ്ടമായത്. നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ ഇനി നിങ്ങളുടെ പുതിയ കാര്യങ്ങൾക്കായി ചിലവഴിക്കുക. തീർച്ചയായും നിങ്ങൾ ഉയരങ്ങളിൽ നമ്മളെ തളർത്തുന്ന ബന്ധങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നത് കയ്യിൽ മുറിവേൽക്കുന്ന തരത്തിൽ ഒരു കല്ല് മുറുകെ പിടിക്കുന്നത് പോലെയാണ്. എത്ര ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും തോറും അത്രയും അത് മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും, വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ആ പിടുത്തം വിട്ടാൽ ആ കല്ല് താഴെ വീഴും, മുറിവുണങ്ങും, വേദന മാറും. പക്ഷേ നമ്മൾ ഭയപ്പെടുകയാണ്, നമ്മളെ ഏറെ മുറിവേൽപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ആ കല്ല് നമുക്ക് നഷ്ടപ്പെടുമോ എന്ന്. നമ്മുടെ സന്തോഷത്തേക്കാൾ കൂടുതൽ സങ്കടങ്ങൾ നൽകുന്ന, നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന, നമ്മളെ ഒരിക്കൽ പോലും ബഹുമാനിക്കാത്ത അത്തരം ടോക്സിക് ഇടങ്ങളിൽ നിന്നും നമ്മൾ മെല്ലെ പടിയിറങ്ങിപ്പോരുക. അവിടെ ബഹളങ്ങളോ പരാതികളോ ഒന്നും വേണ്ട, മനോഹരമായ ഒരു മൗനം മാത്രം മതി. നമ്മൾ നമ്മൾക്കായി ജീവിക്കാൻ തുടങ്ങുക. നമ്മളെ ചേർത്ത് പിടിക്കുന്നവരോടും നമ്മളെ ബഹുമാനിക്കുന്നവരോടും നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നവരോടുമൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക. കുറച്ചു സമയം നിശബ്ദമായി ധ്യാനിച്ചിരിക്കുക. ഉള്ളിലെ ശബ്ദം കേട്ടു തുടങ്ങിയാൽ പുറത്തെ ബഹളങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയേയില്ല. ഇനി നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന ആ കൈയൊന്ന് വിട്ടുനോക്കൂ. നമ്മളെ ഏറെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ ഏറെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കല്ല് താഴെ വീഴട്ടെ. അപ്പോൾ മുറിവുണങ്ങും, വേദനകൾ മാറും. അപ്പോൾ മാത്രമേ നമ്മുടെ കൈകൾക്ക് പുതിയൊരു വസന്തത്തെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. സ്വയം സ്നേഹിച്ചു തുടങ്ങുക. ലോകത്തെ നോക്കി പുഞ്ചിരിക്കുക. തീർച്ചയായും ലോകം നമ്മളെയും സ്നേഹിക്കും. എപ്പോഴും ഓർക്കുക, നമ്മുടെ സമാധാനം നശിപ്പിക്കാൻ ആർക്കും നമ്മൾ അധികാരം നൽകരുത്. ജീവിതം ഒന്നേയുള്ളൂ, അത് മനോഹരമായി തന്നെ ജീവിച്ചു തീർക്കുക.
മാവില്ല പ്ലാവില്ല പേരയില്ല തൊടിയിലേറി കഴിക്കാൻ മരങ്ങളില്ല കാവില്ല കാടില്ല കുന്നുമില്ല തല്ലുകൊള്ളുവാനവിടനി പോകണില്ല നെല്ലില്ല എള്ളില്ല മുടിരയില്ല ഇന്നു പാടത്ത് പച്ചപ്പു പോലുമില്ല കറയില്ല ചെളിയില്ല കുളിരുമില്ല മണ്ണിനൊട്ടും നിറങ്ങണില്ല മഴ പോലും ഒട്ടും നനയണില്ല നീ മണ്ണിൻ മറിയില്ല കുഞ്ഞേ നിനക്കില്ല ബാല്യകാലം കുഞ്ഞിലെ ഞാൻ കണ്ട നല്ല കാലം വാങ്ങിത്തരുവാൻ കഴിയുകയില്ല വർണ്ണിച്ചാൽ നിനക്ക് രുചിക്കുകയില്ല എന്നതിൻ മൂല്യമൊട്ടാർക്കും അറിയുകയില്ല കുഞ്ഞേ നിനക്കില്ല ബാല്യകാലം കുഞ്ഞിലെ ഞാൻ കണ്ട നല്ല കാലം കുഞ്ഞേ നിനക്കില്ല ബാല്യകാലം കുഞ്ഞിലെ ഞാൻ കണ്ട നല്ല കാലം ബാല്യകാലം നിന്റെ സഹന വഴികളിൽ പൊള്ളിക്കുന്ന മരുഭൂമിയിൽ കരുതലിന്റെ പൊതിച്ചോറുമായി എത്തുന്ന ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഏലിയ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. കർത്താവിന്റെ ദൂതൻ അവനെ തട്ടിയുണർത്തി പറഞ്ഞു, എഴുന്നേറ്റു ഭക്ഷിക്കുക. അപരനിലെ ദൈവാംശം കണ്ടെത്താൻ നിന്റെ കണ്ണുകൾ തുറക്കണം. എന്നാലേ ദൈവം നിനക്കായി അയച്ച മാലാഖയെ നിനക്ക് കാണാനാകൂ. ഈ നോമ്പിൽ അതിന് സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.